ഇന്ന് പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഒരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി. ചെറിയൊരു ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അതിനൊക്കെ പുറമെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ നമുക്ക് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും ചിക്കനൊന്നും കുഴഞ്ഞു പോകാത്ത രീതിയിൽ റൈസസൊക്കെ നല്ല വേറിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്ക് തന്നെ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം ഇതിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം സവാള ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ ചിക്കൻ്റെ മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് നമ്മൾ ചതച്ചെടുക്കും, ക്രഷ് ചെയ്തെടുക്കും എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായത് പച്ചമുളകൊന്നും കൂടി പോകാൻ പാടില്ല, എന്നാലോ ഒട്ടും എരിവില്ലാതെ ആവാൻ പാടില്ല കേട്ടോ. അത്യാവശ്യത്തിന് എരിവൊക്കെ വേണം. പിന്നീട് ഒരു 3 തക്കാളി, നല്ല പഴുത്ത തക്കാളി ഞാനോട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വാടി വരാനായിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ പെട്ടെന്നൊന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊക്കെ ഇളക്കി ഒന്ന് എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. കൂടുതലും ഞാൻ എല്ലിൻ്റെ പീസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയൊന്ന് റൈസ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ചിക്കനൊക്കെ ഒന്ന് നേരിയ ഒരു വൈറ്റ് കളറായി വരട്ടെ കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായം കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ ചിക്കനൊക്കെ ഏകദേശം എല്ലാം ഒന്ന് വൈറ്റ് കളർ, ആ ഉപ്പും ആ സവാളയൊക്കെ കൂടെ അതിൽ ആ ടേസ്റ്റൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ബിരിയാണിയിൽ ചേർക്കാത്ത പൊടികളാണ് കേട്ടോ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി നമ്മൾ സാധാരണ ബിരിയാണിയിൽ ചേർക്കാറില്ല, മുളക് പൊടി ചേർക്കാറില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ബിരിയാണിയിൽ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ മുളക് പൊടി ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട്, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊന്നും സാധാരണ നമ്മുടെ നാടുകളിൽ ബിരിയാണിയിൽ ചേർക്കാറില്ല കേട്ടോ. വെറും ഗരം മസാലപ്പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ആ മസാലയുടെ ആ റോ മണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന്, ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിന് കൂടുതൽ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരു ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതിയേ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര്, അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ഇവിടെ എടുക്കാനായിട്ട്. തൈരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കുക കേട്ടോ. നമ്മൾ ആദ്യം സവാളൊക്കെ വാടി വരാനുള്ള ഉപ്പല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് ഒരുപാട് നേരം ഞാൻ ഇളക്കുന്നുണ്ട്, പക്ഷേ ഇത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ലെങ്ത് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് അതൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെക്കുക. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് ആ ഒരു അതിൽ നിന്ന് ഇറങ്ങി വരുന്ന എന്താ പറയുക, ചാറുണ്ടല്ലോ, അതൊന്ന് നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഒരു ഇത്തിരിയും കൂടെ ഒന്ന് കുറുകാൻ ബാക്കിയുണ്ട്. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇതൊന്നും കൂടെ ഒന്ന് ഒരു ബ്രൗൺ കളറായി വരാനുണ്ട്. അതുവരെ നമ്മൾ ഇതിങ്ങനെ അടുപ്പിൽ നേരിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഓൾറെഡി നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ചിക്കനിലുള്ള ആ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ റൈസും കൂടി റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ഓയിലും ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ചെറിയ കഷ്ണം സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നേരി ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആ സവാള കോരി മാറ്റാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ഓയിലിലേക്ക് തന്നെ നമുക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന റൈസ്, വെള്ളമൊക്കെ കളയാനായിട്ട് വെച്ചതാണ്, ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. റൈസ് തട്ടി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പം അരി എത്ര, അതെല്ലാവർക്കും അറിയാലോ, അരി എത്രയാണോ എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തിളച്ച വെള്ളമാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആണ് കേട്ടോ. അപ്പം ഞാൻ അരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഈ വറുത്തെടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല, അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വറുത്തൊരു നേരിയൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പട്ടയും കറയാമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏലക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ അതും കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലൊരു വലിപ്പത്തിലുള്ള ഒരു സവാളയുടെ മൊത്തം നീര് കുരു കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ റൈസിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനിയൊന്ന് ഫ്ലെയിം ഏറ്റവും സിമ്മിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അപ്പം ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള വെള്ളമൊക്കെ വറ്റി അടിപൊളി റൈസായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൽ തന്നെ ഈ ഒരു പാത്രത്തിൽ തന്നെ, ഞാൻ വേറെ പാത്രങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, ഈ ഒരു പാത്രത്തിൽ തന്നെ വേണം നമ്മൾ ദം ഇടാനായിട്ട്. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് ഒരു ഭാഗത്ത് മസാല ഇട്ട് കൊടുത്തിട്ട് പിന്നെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റാം കേട്ടോ. ഇച്ചിരി സ്പീഡിൽ കാണിക്കാം, ഒത്തിരി സ്ലോ ആയതുകൊണ്ട് തന്നെ വീഡിയോ കുറേ ലെങ്ത് ആവും. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മല്ലിയിലയും നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ വിതറി കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെക്കുക കേട്ടോ. ഒരു ഇച്ചിരി നേരം ഒന്ന് ഏറ്റവും ലോ ഫ്ലെയിമിൽ സിമ്മിലിട്ടിട്ട് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴൊക്കെ ഓൾമോസ്റ്റ് ബിരിയാണി നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറന്നു പോകരുത്. ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. കമൻറ്റ് ഇടാൻ മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.